അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് ഞങ്ങളാണ്. അതായത് ഇസ്ലാമാബാദാണ് അത് നിർത്തിയത്. പാകിസ്ഥാൻ ഇതിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നാണ് പാകിസ്ഥാൻ പല രാജ്യങ്ങളുടെയും ലോകത്തിന് മുമ്പിൽ ഭോഷ് കടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പോഴിതാ പാകിസ്ഥാൻ നാണം കെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലും ഇറാൻ US യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഒരു ചെറിയ രാജ്യം അത് ഖത്തറാണ്. ആ ഖത്തർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന വാർത്ത പുറത്തു വരുന്നു. ഒരു കരാറിലെത്തിയതിന് പാകിസ്ഥാൻ ഇപ്പോഴും വലിയ രീതിയിൽ ഭോഷ് കടിച്ച് നടക്കുകയാണ്. ഇസ്ലാമാബാദിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ചകളിലൂടെ സമാധാനവും ധാരണയും കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന് അവർ പറയുന്നു. എന്നാൽ ആ ചർച്ചകൾക്ക് ശേഷവും ഇറാൻ ഒരു വിശദീകരണവും നൽകിയില്ല എന്നതാണ് സത്യം. കാരണം അവർ പാകിസ്ഥാനെ വിശ്വസിക്കുന്നില്ല. പാകിസ്ഥാൻ എല്ലായ്പ്പോഴും അമേരിക്കയ്ക്ക് അനുകൂലമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഏപ്രിലിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെടുകയും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതയില്ലാതെ ഇറാന്റെ നിർദ്ദേശം ട്രംപ് തള്ളിക്കളയുകയും ചെയ്തപ്പോൾ ഖത്തറിന്റെ ഉന്നത ചർച്ചക്കാരായിട്ടുള്ള അലി അൽ തബാദിയും ഹമദ് അൽ ഖുബൈസിയും അടങ്ങുന്ന ഒരു സംഘം രഹസ്യമായി ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു. US ബോംബ് ആക്രമണത്തിനും ഇറാന്റെ പ്രതികാര ആക്രമണങ്ങൾക്കുമിടയിൽ അവർ മധ്യ ടെഹ്റാനിൽ കുടുങ്ങി. എന്നിരുന്നാലും യുദ്ധം തടയുന്നതിനുള്ള ഒരു ചട്ടക്കൂടിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സൗദി അറേബ്യയിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ നിന്നുമുള്ള പ്രതിനിധികളെയും ഖത്തർ കൊണ്ടുവന്നു. ഖത്തറിന്റെ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് ചർച്ച നടത്തി. അങ്ങനെ അദ്ദേഹം ആക്രമണങ്ങൾ നിർത്തി എന്നുള്ളതാണ് വസ്തുത. ടെഹ്റാനിൽ 17 മണിക്കൂർ നീണ്ടുനിന്ന ഒരു മാരത്തൺ മീറ്റിംഗും അവർ നടത്തി. ട്രംപിന്റെ 80ാം ജന്മദിനം ആഘോഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക പരിപാടിക്ക് മുമ്പ് ഒരു കരാറിലെത്തിയില്ലെങ്കിൽ അമേരിക്കൻ ആക്രമണ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അവർ ഇറാൻ നേതാക്കളോട് കൗശലപൂർവ്വം പറഞ്ഞു. കരാറിന്റെ കരട് പദാവലി മാറ്റുന്നതിനെക്കുറിച്ച് ഇറാൻ ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ഖത്തർ പ്രതിനിധികൾ വാക്കൌട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇറാൻ ഒടുവിൽ സമാധാന ചർച്ചകൾക്ക് സമ്മതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.